ഹലോ, ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് മുണ്ടും എങ്ങനെ ഭംഗിയായി ഉടുക്കാമെന്ന് കാണാം. ഇതാണ് മുണ്ട് ഭാഗം, അതായത് 2 പീസായിരിക്കുമല്ലോ സെറ്റ് മുണ്ടിന്. അപ്പോൾ ഉടുക്കുന്ന ഭാഗമാണിത്. ആദ്യം ഉടുക്കുന്ന ഭാഗം ഒന്ന് ചുറ്റി ഇതുപോലെ കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇത് വാൽക്കണ്ണയുടെ ഭാഗം, ഇതാണ് ഫ്രണ്ടിൽ വരിക. അപ്പോൾ ആദ്യം നമുക്ക് റൈറ്റ് ഭാഗം പാവാടയിൽ ടക്ക് ചെയ്യാം. കസവ് സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ ആവശ്യത്തിന് ലെങ്ത് അനുസരിച്ചിട്ട് വേണം ടക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുണ്ടിൻ്റെ 2 കസവും മുൻഭാഗത്ത് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സാധാരണ സെറ്റ് മുണ്ടും ഒരു ഭാഗത്ത് മാത്രമേ കസവ് കാണുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഭാഗമാണ് ആദ്യം സെറ്റ് ചെയ്യണത്. അപ്പോൾ 2 കസവുകളും അടുത്തടുത്ത് വരുന്ന രീതിയിൽ വേണം ടക്ക് ചെയ്യാനായിട്ട്. അതായത് വീതിയുള്ളതുപോലെ തോന്നണം. അതാണ് നമ്മുടെ ഈ ഒരു സ്റ്റൈലിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതിൽ വാൽക്കണ്ണാടി ഉള്ള ഭാഗം ആയതുകൊണ്ട് കസവ് മാത്രം സ്ട്രെയിറ്റ് ആക്കിയാൽ വാൽക്കണ്ണാടിയുടെ ഭാഗം ഒരു വശത്തോട്ട് ശരിക്കും ഒത്തിരി സൈഡിലോട്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ടക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം സ്ട്രെയിറ്റ് ആകുന്ന രീതിയിൽ തന്നെ നമുക്ക് ടക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി വരുന്നത് ബാക്ക് വശമാണ്. അപ്പോൾ എക്സ്ട്രാ വന്നേക്കുന്ന ബാക്ക് വശം ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗം ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക. ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് പാവാടയിലോട്ട് തന്നെ ബാക്കിൽ തന്നെ ടക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നല്ലപോലെ ഒതുക്കി വേണം ടക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒതുക്കി ടക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ ഓൾറെഡി കവറായി പോകും. ഇനി അവിടെ നമുക്ക് പിൻസ് വെച്ച് സെക്യൂർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ പറന്നു പോകും. അപ്പോൾ എന്താ പറയുന്നത്, സാരിപ്പാവാട അതായത് അടിപ്പാവാടയെ കാണും. അപ്പോൾ അതുകൊണ്ട് പിൻസ് വെച്ച് സെക്യൂർ ചെയ്യുക. അപ്പോൾ സെക്യൂർ ചെയ്യുന്നതിന് മുമ്പ് ഈ നമ്മൾ ടക്ക് ചെയ്തേക്കുന്നത് ഒതുക്കിയിട്ടാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ മേളിൽ വന്നേക്കുന്ന കസവ് അത് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഇത് 2 കസവും കൂടി കൂട്ടി പിടിച്ചിട്ട് നമുക്ക് സേഫ്റ്റി പിൻസ് വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സേഫ്റ്റി പിൻ എന്ന് പറഞ്ഞാൽ സാരി പവറിലോട്ട് കൂട്ടിയിട്ടാണ് ഞാൻ ടക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മാക്സിമം ഒരു 3 or 4 സേഫ്റ്റി പിൻസ് വെച്ചിട്ട് താഴെ വരെ നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും, ഇപ്പോൾ കാറ്റ് വന്നാലോ ഒന്നും പറന്നൊന്നും പോവില്ലല്ലോ, നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പോൾ സേഫ്റ്റി പിൻ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഒതുക്കി ഇതുപോലെ എന്താ പറയുക സെക്യൂർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇതൊരു സെറ്റ് മുണ്ടിൻ്റെ എന്താ പറയുന്നത് പ്രത്യേകത തന്നെ ഈ ഒരു മുണ്ടിലെ ഉടുക്കലിലാണ് കേട്ടോ. ഇവിടെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ ലെങ്ത്ത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്കിത് ലെഫ്റ്റ് ഷോൾഡർ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെയല്ല തോന്നുന്നു, അല്ല ഇങ്ങനെയല്ല, ഒക്കെ തിരിച്ചു പോയിട്ടപ്പോൾ ഇത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ ലെഫ്റ്റ് ഷോൾഡറിൽ ഇടുക, എന്നിട്ട് ഇതുപോലെ റൈറ്റ് ഭാഗത്തോട് തിരിച്ച് ലെഫ്റ്റ് ഹിപ്പിൻ്റെ ഏരിയയിൽ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ നമ്മളിങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു വൈറ്റ് പോർഷൻ, അതായത് ഈ സൈഡിലെ വൈറ്റ് പോർഷൻ കാണുന്നില്ലേ, ആ പോർഷൻ ഞാൻ മടക്കി വെക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിൽവർ കളർ, അതായത് ഇതിൻ്റെ കര എന്ന് പറയുന്നത് സിൽവർ കളറാണല്ലോ. അപ്പോൾ ഈ ഒരു സിൽവർ കളറ് കൂടുതൽ കാണുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ വൈറ്റ് പോർഷൻ ഭയങ്കരമായിട്ട് കണ്ടാലും ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മടക്കി വെച്ചിട്ട് ഞാനൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ സാരി ഡ്രേപ്പിംഗ്, അതായത് സെറ്റ് മുണ്ട് ഡ്രേപ്പ് ഇവിടെ കഴിഞ്ഞേക്കാണ്. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കിയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ഭംഗിയായിട്ട് ഒതുക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊരു സ്റ്റൈല് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, നല്ല ഡിഫറെൻറ്റ് ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ട ഈ ഒരു സെറ്റ് മുണ്ടെന്ന് പറയുന്നത് ടിഷ്യൂവിൻ്റെ സെറ്റ് മുണ്ടാണ്. അപ്പോൾ ഇത് വാങ്ങിയത് കുത്തമ്പള്ളിയിൽ നിന്നാണ്. നല്ല കളക്ഷൻസ് ഉണ്ട് കുത്തമ്പള്ളിയിലെ സെറ്റ് മുണ്ടിൻ്റെയൊക്കെ. സെറ്റ് സാരിയും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ ഡ്രസ്സിൻ്റെയും കളക്ഷൻസ് ഉണ്ട്. ബ്ലൗസ് തുണി, അതായത് ഈ ഒരു സെറ്റ് മുണ്ടിന് മാച്ച് ചെയ്യുന്ന ഒരു നല്ല കളർ സജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാത്രമല്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത സാരി ഡ്രിപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.